കൂറ സാധനം അടിച്ചു, സല്യൂട്ടിന് കൈ പൊങ്ങുന്നില്ല. നാടും നഗരവും ഓണ ലഹരിയിലാണ്. എവിടെ നോക്കിയാലും ആഘോഷം. മലയാളിക്ക് ആഘോഷിച്ച് അർമാദിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഓണം പീരീഡ് എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും ആഘോഷം. നല്ല കാര്യമാണ്, ആഘോഷിക്കട്ടെ. കോളേജിൽ ആഘോഷം, സർക്കാർ ഓഫീസുകളിൽ ആഘോഷം, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആഘോഷം, പോലീസ് സ്റ്റേഷനുകളിൽ ആഘോഷം, അങ്ങനെ എവിടെയും ഓണാഘോഷം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. അതിനിടെയാണ് അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ 3 പേർക്ക് അബദ്ധം പറ്റിയത്. അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ, അതായത് തിരുവനന്തപുരം ജില്ലയിലാണല്ലോ അരുവിക്കര, അവിടെ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം ഈ ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ദിവസം അത്തപ്പൂക്കളം, മറ്റേത് മറിച്ചത്, സദ്യ, പതിവ് പോലെ പോലീസുകാരുടെ ഓണാഘോഷം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതോ അരസികനായിട്ടുള്ള ഒരാൾ ഈ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള പ്രശാന്തൻ കാണിയെ വിവരമറിയിച്ചു. ഇവിടെ 1-2 പേർ മദ്യപിച്ച് ഇവിടെ ഓണാഘോഷം ആഘോഷിക്കും. അത് രഹസ്യ വിവരമാണല്ലോ. ആരാ ഇങ്ങനെ വിവരം പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. ആ പോലീസ് സ്റ്റേഷനിലെ ആളാണോ അതോ ഇനി പറയുന്ന ഈ ഇന്റലിജൻസ് ബ്യൂറോയുടെ ആരെല്ലാമാണോ നമുക്കറിയാം. അതറിഞ്ഞൂടാ, ആരാണ് വിവരം നൽകിയതെന്ന് അറിഞ്ഞൂടാ. ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ പ്രശാന്തൻ കാണി ചാടിപ്പടച്ച് ഈ പറയുന്ന അരുവിക്കരയിൽ വന്നു. അപ്പോൾ റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ സാധാരണ പോലീസുകാർ എന്താണ് ചെയ്യേണ്ടത്? സല്യൂട്ട് അടിക്കുക, ഇല്ലേ? അപ്പോൾ ഈ പ്രശാന്തൻ കാണി കയറി വന്നപ്പോൾ എല്ലാവരും സല്യൂട്ട് അടിച്ചു, 3 പേരൊഴികെ. 3 പേരിങ്ങനെ നാണം കുണുങ്ങി നിൽക്കുന്നു. തല അവർക്ക് പൊക്കാൻ വയ്യ, കൈ പൊക്കാൻ വയ്യ. അപ്പോൾ 3 പേരെയും പ്രശാന്തൻ കാണി വിളിച്ചു. അപ്പോൾ 3 പേർ എന്ന് പറയുന്നത് അവിടുത്തെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അച്ചു ശങ്കർ എന്ന് പറയുന്ന ആളാണ് ഒന്നാമത്. രണ്ടാമത് പ്രശാന്ത് എന്ന് പറയുന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്. 3 അനിൽകുമാർ. അങ്ങനെ ഈ നാണം കുണുങ്ങിയായി മണവാട്ടിയെ പോലെ നിൽക്കുന്ന അച്ചു ശങ്കറിനെയും പ്രശാന്തിനെയും അനിൽകുമാറിനെയും പ്രശാന്തൻ കാണി വിളിച്ചു. അതായത് റൂറൽ ജില്ലാ പോലീസ് മേധാവി വിളിച്ചു. അപ്പോൾ വെച്ചാണ് വരുന്നത് 3 പേരും. അതിലെ ഒരാൾ ഇറങ്ങി ഓടി. കാരണം ഇത് എന്തെങ്കിലും നടപടി ഉണ്ടാകുമല്ലോ. ജില്ലാ പോലീസ് മേധാവിയാണ് വന്നിരിക്കുന്നത്, റൂറൽ മേധാവിയാണ് വന്നിരിക്കുന്നത്, ഉറപ്പായിട്ടും നടപടി ഉണ്ടാകും. ഞങ്ങൾ മദ്യപിച്ച് ഏതോ കൂറ സാധനം അടിച്ചതാണ് ഇവർ. അല്ലെങ്കിൽ നല്ല സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരെ പോലെ നല്ല പറന്ന് സൗണ്ട് അടിക്കും. ഇവർ മാത്രം, ഈ 3 പേര് മാത്രം എന്തോ കൂറ സാധനം അടിച്ച് ഒന്നിൽ അളവ് കൂടിയതായിരിക്കും, അല്ലെങ്കിൽ വില കുറഞ്ഞ എന്തെങ്കിലും എടുത്ത് അടിച്ചതായിരിക്കും. അങ്ങനെ ഈ 3 പേരെയും പ്രശാന്തൻ കാണി വിളിച്ചിട്ട് സംസാരിച്ച കൂടുതലാണ് ഒരാൾ ഇറങ്ങി ഓടിയത്. ബാക്കി 2 പേർക്ക് മിണ്ടാൻ വയ്യ, തലകുനിഞ്ഞാണ് നിൽക്കുന്നത്, കൈ പൊക്കാൻ വയ്യ. ഒടുവിൽ ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇവർ കൃത്യമായി മദ്യപിച്ചുകൊണ്ടാണ് ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് എന്ന് ഈ റൂറൽ പോലീസ് മേധാവിക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, ആഘോഷമല്ലേ, 2 അടിച്ചോട്ടെ എന്ന് കരുതി വേണമെങ്കിൽ കണ്ണടയ്ക്കാവുന്നതാണ്. പക്ഷേ ധാർമ്മികമായും നിയമപരമായും നോക്കുമ്പോൾ തെറ്റാണ്. കാരണം പോലീസ് യൂണിഫോമിൽ മദ്യപിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വരാൻ പാടില്ല. അത് കൃത്യമായ നിയമലംഘനമാണ്. ആ നിയമലംഘനമാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള പ്രശാന്തൻ കാണിയെ അവിടെ എത്തിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ 3 പേർക്കെതിരെ നടപടിയെടുക്കാൻ ഉള്ള തീരുമാനമെടുത്തത്. അപ്പോൾ അച്ചുശങ്കറിനെയും പ്രശാന്തിനെയും അനിൽകുമാറിനെയും ഇപ്പോൾ സസ്പെൻഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം, പ്രശാന്തൻ കാണി ചെയ്ത ഒരു കാര്യം, അവരെ വൈദ്യ പരിശോധനയ്ക്കൊന്നും കൊണ്ടുപോയില്ല. കാരണം പ്രഥമ ദൃഷ്ടിയ തന്നെ അറിയാൻ കഴിയും. കാരണം ഇവർക്ക് കൈപൊക്കാൻ വയ്യ, തല നേരെ നിൽക്കുന്നില്ല, കാല് നേരെ നിൽക്കുന്നില്ല. ഓടിയ ആള് വെച്ചാണ് ഓടിപ്പോയത്. അപ്പോൾ പ്രശാന്തൻ കാണിക്ക് മനസ്സിലായി ഇവരെ കൊണ്ട് ഇനി വൈദ്യ പരിശോധന നടത്തി കൂടുതൽ അലമ്പാക്കേണ്ട. അവർക്ക് അറിയാമല്ലോ, ഒരു മദ്യപനെ കണ്ടാൽ അറിയാമല്ലോ. പിന്നെ അതിനകത്ത് പിന്നെ വേറെ എന്ത് പരിശോധന എന്ന നിലയിൽ അദ്ദേഹം ഒരു അല്പം ഔചിത്യബോധം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ 3 പേരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാതെ തന്നെ സസ്പെൻഡ് ചെയ്തു. എത്ര കാലത്തേക്കാണ് എന്നറിയില്ല. ഏതാനും ദിവസം കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് കയറാൻ കഴിയും. കാരണം ഈ 3 പേരുടെ പേരിലും നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള അലിഗേഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുള്ള ആൾക്കാരല്ല. അവർ കൃത്യമായി ഡ്യൂട്ടി ചെയ്ത് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കർശന നടപടികളൊന്നും വേണ്ട, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റുക, ടെർമിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള നടപടികളിലേക്കൊന്നും പോകാതെ താൽക്കാലികമായിട്ടൊരു സസ്പെൻഷനാണ് കൊടുത്തത്. ഓണമൊക്കെ അല്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രശാന്തൻ കാണി ഈ പറയുന്ന ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അരുവിക്കര പോലീസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരള പോലീസിനെ സംബന്ധിച്ച് തന്നെ ഇതൊരു നാണം കണ്ട പരിപാടിയായി പോയി. കാരണം വെച്ചാൽ ഈ ഓണത്തിന്
കുറച്ചൊക്കെ ആകാം. പക്ഷേ ഇങ്ങനെ അടിച്ചങ്ങ് തല പൊക്കാൻ കഴിയാത്ത വിധത്തിലും അല്ലെങ്കിൽ കൈ പൊക്കാൻ കഴിയാത്ത വിധത്തിലും ഒന്ന് സല്യൂട്ട് അടിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അടിച്ചങ്ങ് ഓഫ് ആവുക എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ വീണില്ല എന്നുള്ള, അല്ലെങ്കിൽ ബോധം കെട്ട് വീണില്ല, ഇതിനിടയ്ക്കുള്ള ആ ഒരു ഇതുണ്ട്, ആ ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിലാണ് ഈ 3 പേരും നിന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പൊ സസ്പെൻഷനാക്കി നിർത്തിയിരിക്കുകയാണ്. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ കെട്ടടങ്ങി വരുമ്പോഴേക്കും അവരെ തിരിച്ചെടുക്കും. അല്ലാതെ അവരുടെ ഒരു സസ്പെൻഷൻ കഴിഞ്ഞിട്ട് പിന്നീട് അതിന് വകുപ്പ് തല നടപടി, അതിനുശേഷം പിന്നെ ടെർമിനേഷൻ, അങ്ങനെയുള്ള പ്രോസസ് ഒന്നും ഇല്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും റൂറൽ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള പ്രശാന്തൻ ഗാണിക്ക് ബോധ്യപ്പെട്ടു ഈ 3 പേരും മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന അച്യുത് ശങ്കറിനെയും പ്രശാന്തിനെയും അനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് ഇനി ഓണം ആഘോഷിക്കുന്ന പോലീസുകാർ ഓർക്കുക, ഒരു കാരണവശാലും മദ്യപിച്ചുകൊണ്ട്, അതായത് യൂണിഫോമിൽ ഒരു കാരണവശാലും മദ്യപിക്കാൻ പാടില്ല. അത് സ്റ്റേഷനിലായാലും പുറത്തായാലും യൂണിഫോമിൽ നിൽക്കുമ്പോൾ മദ്യപിച്ചാൽ അത് കൃത്യമായ നിയമലംഘനം തന്നെയാണ്, പോലീസ് ആക്ടിന് വിരുദ്ധം തന്നെയാണ്, അത് സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി തന്നെയാണ്. ഇവിടെ ജില്ലാ പോലീസ് മേധാവി പ്രശാന്തൻ ഗാണി നിയമപരമായി കൃത്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ചിലപ്പോൾ നമുക്കൊന്ന് തോന്നിയേക്കാം, ഓണമല്ലേ, അവർ 2 എണ്ണം അടിച്ചിട്ട് ഇങ്ങനെ ഓണം ആഘോഷിച്ചോട്ടെ എന്ന ആ ഒരു ആംഗിളിൽ നോക്കിയാൽ ഈ സസ്പെൻഷൻ ശരിയാണെങ്കിൽ പോലും അതിനകത്ത് എന്തോ ഒരു ചെറിയ പന്തികേട് നമുക്ക് വേണമെങ്കിൽ ഇന്ന് കണ്ടെത്താം. ഏതായാലും നിയമപരമായി തന്നെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ 3 പേരും എത്രയും പെട്ടെന്ന് തിരിച്ചെത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.